എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിന്റെ 8 മുതൽ 17 വരെയുള്ള വേദഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വേദഭാഗം നോഹയുമായി ദൈവം ചെയ്യുന്ന ഉടമ്പടിയെ വിവരിക്കുന്ന വേദഭാഗമാണ്. നോഹയിക ഉടമ്പടി ഞാൻ മുന്നമേ സൂചിപ്പിച്ചിട്ടുണ്ട്. ബൈബിളിൽ പ്രധാനപ്പെട്ട 7 ഉടമ്പടികളാണുള്ളത്. ആ 7 ഉടമ്പടികളിൽ രണ്ടാമത്തേതാണ് നോഹയുമായിട്ട് ദൈവം ചെയ്യുന്ന ഉടമ്പടി. ഒന്നാമത്തേത് ആദാമിയ ഉടമ്പടിയാണ്. നോഹയിക ഉടമ്പടിയുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുമ്പോൾ ഇത് നോഹയും നോഹയുടെ കുടുംബവും ലോകത്തിലുള്ള സകല മനുഷ്യരോടും ജീവജാലങ്ങളോടും ദൈവം ചെയ്യുന്ന ഉടമ്പടിയാണ്. അതേപോലെ തന്നെ ഇത് ഒരു യൂണിലാറ്ററൽ കവനന്റ് ആണ്. ദൈവം ഏകപക്ഷീയമായി ചില കാര്യങ്ങൾ ചെയ്യും, അവരെ അനുഗ്രഹിക്കും എന്നൊക്കെ പറയുന്ന ഉടമ്പടിയാണ്. അവിടെ മനുഷ്യന് തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള വ്യവസ്ഥകൾ ദൈവം പറയുന്നില്ല. മൂന്നാമത് ഇതൊരു എന്നേക്കുമുള്ള ഉടമ്പടി എന്നാണ് അവിടെ ദൈവം അരുളി ചെയ്യുന്നത്. എന്നേക്കുമുള്ള ഉടമ്പടി എന്ന് പറഞ്ഞാൽ നിത്യതയിലും നിലനിൽക്കുന്ന ഉടമ്പടി എന്നതിനർത്ഥമില്ല. ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ നിലവിലുള്ള ഭൂമി ഉള്ളിടത്തോളം കാലം ഈ ഉടമ്പടിക്ക് പ്രസക്തി ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയാൽ മതിയാവും. അപ്പോൾ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഈ തരത്തിലുള്ള ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവം അവരുമായി ഉടമ്പടി ചെയ്യുന്ന ആ വാക്കുകളെ നമുക്ക് കാണാം. ദൈവം പിന്നെയും നോഹയോട് അവൻ്റെ പുത്രന്മാരോടും അരുളി ചെയ്തത്, ഞാൻ ഇതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോട് കൂടിയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളുമായും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. എന്നിട്ട് 11-ാമത്തെ വാക്യത്തിലാണ് എന്താണ് ദൈവം ചെയ്യുന്ന ഈ നിയമം, ഈ ഉടമ്പടി എന്ന് ദൈവം വ്യക്തമാക്കുകയാണ്. ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല, ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാവുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. ഇതാണ് ദൈവത്തിൻ്റെ നിയമം. സകല ജനങ്ങളോടും നോഹയും കുടുംബവും മുഖാന്തരം ദൈവം ചെയ്ത ഉടമ്പടി ഇതാണ്. ഇനി ഒരു പ്രളയം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ സകല ഭൂമിയെയും മൂടത്തക്ക നിലയിൽ, സകല മനുഷ്യരെയും ബാധിക്കത്തക്ക നിലയിൽ ഒരു പ്രളയം ഇനി ഉണ്ടാവുകയില്ല എന്ന ഉറപ്പ് ദൈവം ഈ ഉടമ്പടിയിലൂടെ നൽകുകയാണ്. തുടർന്ന് ദൈവം ഈ ഉടമ്പടിയുടെ അടയാളം നൽകുന്നത് നമുക്ക് കാണാം. 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാനും നിങ്ങളും നിങ്ങളോട് കൂടിയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിൻ്റെ അടയാളമാവിത്. 13-ാം വാക്യം, ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ദൈവം മനോഹരമായ മഴവില്ലിനെയാണ് ദൈവത്തിൻ്റെ ഈ ഉടമ്പടിക്ക് അടയാളമായി വെച്ചിരിക്കുന്നത്. മഴവില്ല് എന്ന് പറയുന്ന പ്രതിഭാസം എന്താണെന്ന് നമുക്കറിയാം. സുതാര്യമായ ഒരു വസ്തുവിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഈ മഴവില്ല്. പ്രത്യേകിച്ചും വെള്ളത്തിനുള്ളിലൂടെയൊക്കെ പ്രകാശരശ്മികൾ കടന്നു പോകുമ്പോഴാണ് മഴവില്ലുണ്ടാകുന്നത്. മഴക്കാലത്ത് മേഘങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് നമ്മൾ ഈ മഴവില്ല് സാധാരണ ആകാശത്ത് കാണുന്നത്. ഈ സൂര്യൻ്റെ പ്രകാശം മഴത്തുള്ളികളിൽ അല്ലെങ്കിൽ ഈ നീരാവിയിൽ തട്ടി അതിങ്ങനെ വിഘടിച്ച് പല കളറുകളായി കാണപ്പെടുന്ന ഒരു രൂപമാണത് എന്ന് നമുക്ക് അറിയാമല്ലോ. ഈ നോഹയുടെ പ്രളയത്തിന് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ മഴവില്ല് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ആകാശത്ത് കാണാൻ കഴിയുകയില്ലായിരുന്നു. കാരണം മഴയില്ലായിരുന്നു. പ്രളയത്തോടു കൂടിയാണ് മഴ ആരംഭിച്ചത്. പ്രളയത്തിന് ശേഷമാണ് ജനങ്ങൾ ഈ മഴവില്ല് ആകാശത്ത് കാണാനായിട്ട് തുടങ്ങിയത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമായിട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ഭൂമിയോടുള്ള ഉടമ്പടിയുടെ അടയാളമായി ഈ മഴവില്ലിനെ ദൈവം വെച്ചിരിക്കുകയാണ്. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്. ദൈവം ഭൂമിയോട് ഇങ്ങനെ ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഏത് കാലത്തുമുള്ള മനുഷ്യർക്ക് ഒന്ന് ഓർക്കുവാനും ദൈവത്തിൻ്റെ ആ ദയയും വിശ്വസ്തതയും ഒക്കെ ഒന്നുകൂടി ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനൊക്കെ ഉള്ള ഒരു അവസരമാണ് ഈ ഓരോ മഴവില്ലിൻ്റെ കാഴ്ചകളും. എന്നിട്ട് ദൈവം പറയുകയാണ്, ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ, മഴക്കാറിനെ കുറിച്ചാണ് പറയുന്നത്. ഈ മഴക്കാർ വരുത്തുമ്പോൾ അവിടെ ഈ വില്ല് കാണും. അപ്പോൾ ഈ മഴവില്ല് കാണുമ്പോൾ
ദൈവത്തിന്റെ ഉടമ്പടിയെ ഒന്നുകൂടി പരിഗണിക്കും, ഒന്നുകൂടി ഓർക്കും. ഈ ദൈവത്തിന്റെ ഓർമ്മയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് മറവിയുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മയല്ല. മറന്നുപോയൊരു കാര്യം വീണ്ടും ഓർത്തെടുക്കുന്നതിനെ കുറിച്ചല്ല ദൈവം പറയുന്നത്. ദൈവം ആ വിഷയത്തെ വീണ്ടും ഒന്നുകൂടി പരിഗണിക്കുമെന്നാണ്. അതായത് ഭൂമിയെ മുഴുവനും ഒരു പ്രളയത്താൽ നശിപ്പിക്കുകയില്ല എന്നുള്ള ദൈവത്തിന്റെ വാക്ക് ദൈവം വീണ്ടും പരിഗണിക്കുന്നു. ഇനിയും അങ്ങനെ സാർവത്രികമായൊരു പ്രളയം ഉണ്ടാവുകയില്ല എന്ന് ദൈവം മനുഷ്യനെ ഓർപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിഗണനയിൽ ഈ വിഷയമുണ്ട് എന്നും ഈ മഴവില്ല് സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ, മുന്നമേ നമ്മൾ ചിന്തിച്ച കാര്യമാണ്. ദൈവം ഈ ഭൂമിയെ പ്രളയത്താൽ നശിപ്പിക്കാനായിട്ടുള്ള കാരണം പാപം പെരുകിയതുകൊണ്ടാണ്. മനുഷ്യന്റെ ദുഷ്ടത ദൈവത്തിന് മുമ്പേ ഏറ്റവും വലുതായി തീർന്നു. അതുകൊണ്ടാണ് ദൈവം ഒരു ന്യായവിധി അയച്ച് ലോകത്തെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞത്. അപ്പോൾ ന്യായമായിട്ടും അവിടെ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തില് ഈ പാപം പെരുകിയ അവസ്ഥയില്ലേ? പ്രളയത്തിന് ശേഷവും ലോകത്തിൽ പാപം പെരുകുന്ന അവസ്ഥ ഉണ്ടാകുമെന്നുള്ള കാര്യം ദൈവത്തിന് അറിയാമല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ന്യായവിധിയെക്കുറിച്ച് ദൈവം പറയാത്തത്? അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഈ ഭൂമിയെ മുഴുവനും അങ്ങനെ ഒരു പ്രളയത്താൽ വിധിക്കുകയില്ല എന്ന് പറയാനായിട്ട് കാരണം എന്തായിരിക്കാം എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകാം. അപ്പം അതിനെക്കുറിച്ച് ചില വ്യാഖ്യാതാക്കൾ പറയുന്നത്, ഭൂമിയിൽ പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന മനുഷ്യരുടെ ദുഷ്ടത, ആ ദുഷ്ടതയുടെ വലിപ്പം, അതിൻ്റെ ഭീകരാവസ്ഥ മനുഷ്യന്റെ കേവലം പാപങ്ങൾ മാത്രമല്ല, വീണുപോയ ദൂതന്മാരുമായിട്ട് ബന്ധപ്പെട്ടും പല വിധത്തിലുള്ള അതിക്രമങ്ങളും അല്ലെങ്കിൽ പല വിധത്തിലുള്ള വലിയ ഗൗരവമുള്ള പാപങ്ങളും ഭൂമിയിൽ നടമാടിയിരുന്നു എന്നാണ്. യൂദായുടെ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുമ്പോൾ, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ വീണുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്ന ആ വാക്യവും കൂടി ഇതിനോട് ചേർത്ത് ചിന്തിക്കാൻ പറ്റുന്ന വാക്യമാണ്. ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് ലൂസിഫറിനോടുകൂടി സാത്താനോടുകൂടി പാപം ചെയ്ത് വീണുപോയ ഈ അശുദ്ധ ദൂതന്മാർ അല്ലെങ്കിൽ ഈ പിശാചിന്റെ സൈന്യം, അവരിൽ ചില ആളുകൾ, അവരിൽ ചില ദൂതന്മാർ വീണ്ടും അന്യ ജഡം മോഹിച്ച് ഭൂമിയിൽ മനുഷ്യ സ്ത്രീകളോടുള്ള ബന്ധത്തില് വലിയ പാപം ചെയ്യുകയും അതിന്റെ ഫലമായി മല്ലന്മാർ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ള കാര്യമൊക്കെ മുൻ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഭീകരമായ ഒരവസ്ഥ, പാപത്തെ സംബന്ധിച്ച് അത്രയും പാപം കവിഞ്ഞ, അത്രയും ഭയാനകമായ നിലയിൽ പാപമുണ്ടായിരുന്ന ഒരവസ്ഥ പ്രളയത്തിന് ശേഷം ലോകത്തിൽ ദൈവം അനുവദിക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ടായിരിക്കാം മിക്കവാറും ഈ പ്രളയം ഇനി ഉണ്ടാവുകയില്ല, ഇത്തരത്തിലുള്ള ഒരു ആഗോള പ്രളയം ഇനി ഉണ്ടാവുകയില്ല എന്ന് ദൈവം പറയാനായിട്ടിടയായി തീർന്നത്. എന്നാൽ നമുക്കറിയാം, തീർച്ചയായിട്ടും ഇന്നും പാപം വളരെ പെരുകിയിട്ടുള്ള കാലമാണ്. ഏത് കാലത്തെ അപേക്ഷിച്ചും ഈ കാലത്ത് നിരവധിയായ പാപങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷേ ദൈവത്തിന് ഈ ഭൂമിയെക്കുറിച്ച് ഇനിയും ഒരു വലിയ ന്യായവിധിയുടെ പരിപാടിയുണ്ട്. അതും നമുക്കറിയാം. കാരണം ദൈവത്തിന്റെ രക്ഷാകര പരിപാടിയിൽ അനേക മനുഷ്യരെ രക്ഷിക്കാനായിട്ടുള്ള ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ഇന്നും ആളുകൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന അവസാനത്തെ ആളും രക്ഷിക്കപ്പെടുന്നതോടുകൂടി ദൈവത്തിന്റെ ന്യായവിധിയാണ് പിന്നീട് ഈ ഭൂമിയിൽ വെളിപ്പെടാനായിട്ട് പോകുന്നുള്ള കാര്യം പത്രോസിന്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയുള്ള ഭൂമിയെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഭൂമിയെ ദൈവം അഗ്നിയാലുള്ള ന്യായവിധിക്കായി, തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഈ പഴയ ആകാശവും പഴയ ഭൂമിയും ദൈവം നശിപ്പിച്ചു കളയും, ഇത് വെന്തരിച്ചു കളയും, ഇതിനെ ചാമ്പലാക്കി കളയും എന്നുള്ള വചനം പത്രോസിന്റെ ലേഖനത്തിൽ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഒരു പ്രളയത്താൽ ഇതുപോലെ നശിപ്പിക്കുകയും വീണ്ടും മനുഷ്യനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു പരിപാടി ദൈവത്തിന് ഇനി ഇല്ല എന്ന് ദൈവം ഈ ഉടമ്പടിയിലൂടെ വ്യക്തമാക്കുകയാണ്. ദൈവത്തിന്റെ ഈ ഉടമ്പടി, പ്രത്യേകിച്ച് ആകാശത്ത് ദൈവം ഉടമ്പടിയുടെ അടയാളമായി വെക്കുന്ന ആ മഴവിലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് ദൈവത്തിന്റെ കരുണയുടെ ഒരു വലിയ പ്രതീകമാണ്. നമുക്ക് ഈ മഴവില്ല് കാണുമ്പോൾ സന്തോഷമൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ഇനി മഴവില്ല് കാണുമ്പോൾ സന്തോഷത്തോടൊപ്പം ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയണം. കർത്താവ് ഈ ഭൂമിയോട്, ലോകത്തോട്, മനുഷ്യരോട് കരുണ കാണിച്ചിരിക്കുന്നു എന്ന് വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം. ദൈവം തന്റെ വാക്ക് പാലിച്ചിരിക്കുന്നു എന്ന വിശ്വസ്തതയും നമുക്കറിയാം. 14,000 വർഷങ്ങൾക്ക് മുമ്പാണ് ദൈവം നോഹയോട് ഈ ഉടമ്പടി ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 4000 വർഷങ്ങളോളം ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റമില്ലാതെ വിശ്വസ്തമായി ദൈവത്തിന്റെ ആ വാക്കുകൾ അനുസരിച്ച് ദൈവം ഒരു വലിയ
ന്യായവിധി, ആഗോളമായ ഒരു ന്യായവിധി അയക്കാതെ ദൈവം വിശ്വസ്തനായി നിലനിൽക്കുന്നു. ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നു. ഇതൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.